ഞാൻ സാറിന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോ എനിക്ക് അറിയില്ല. സാർ ഇതെനിക്ക് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇനി ഒരു പരീക്ഷ എഴുതാൻ താല്പര്യമില്ല, ഇതെനിക്ക് നേടിയെടുക്കണം എന്ന് സാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ എനിക്ക് അന്ന് റിപ്ലൈ തന്നായിരുന്നു, ഇതിനെ കിട്ടൂടാ, ഉറപ്പായിട്ടും കിട്ടും, നീ ശ്രമിച്ചാൽ മതി. ഞാൻ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. ഞാനൊരു 3-4 കൊല്ലം ഇരുന്ന് പഠിച്ചതാണ്. ലാസ്റ്റ് 5ാമത്തെ കൊല്ലമാണ് എനിക്ക് ഇങ്ങനെ ഒരു റാങ്കിലൂടെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ കാണും. CSCB ആസ്പിറൻസ് ആയിട്ടുള്ള ജനറൽ PSC ആയാലും ഒരുപാട് പേര് കാണും. പരീക്ഷ എഴുതി കിട്ടാതെ നിർത്തിക്കളയാം, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന പലരും കാണും. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്നായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അതായിരിക്കും നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ വന്ന് JC തുടങ്ങിയ സമയത്ത് അല്ലേ JC തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വരികയും അവിടെ നിന്ന് തന്നെ പഠിച്ച് കേരള ബാങ്ക് JC 2 റാങ്ക് ലിസ്റ്റ് ഇടം നേടുകയും ചെയ്ത ശ്രീ നൈസലാണ്. അപ്പോൾ നൈസലിൻ്റെ പഠന വിശേഷങ്ങൾ എന്നുള്ളത്, അപ്പോൾ നൈസലിൻ്റെ റാങ്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള റാങ്കാണ്. ആദ്യ അഡ്വൈസിൽ തന്നെ പോകുമെന്ന് പ്രതീക്ഷയുള്ള റാങ്കാണ്. 44 റാങ്കാണ് നൈസിൽ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഇങ്ങനെ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാ ചിന്തിച്ചു തുടങ്ങിയത്? സാർ, ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയത് 2018. ഞാനത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. എല്ലാവരും പോലെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ നോർമലി എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സെക്ടറിലോട്ട് തന്നെ പോകാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും PSC ആയിട്ട് പഠിക്കാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇല്ല, BCom ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഒരു PSC തന്നെ പഠിക്കാം എന്ന് കരുതിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയും അങ്ങനെ പഠിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയതല്ല, ഇതല്ല എൻ്റെ റൂട്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നിർത്തുകയും പിന്നെ ഞാൻ വീട്ടിലിരുന്ന് വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് തൊഴിൽ വാർത്തയിൽ ഈ സഹകരണ മേഖലയിലെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടത് തന്നെ ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ്. എനിക്കൊന്ന് 2018 നോട്ടിഫിക്കേഷൻ. അപ്പം ആ സമയത്ത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കോപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഒരു JDC HDC വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, HDC പഠിക്കാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ICM പഠിച്ചത്. അങ്ങനെ HDC എടുത്തു. പിന്നെ അന്ന് മുതൽ പഠനം ആരംഭിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, JC. അന്ന് CSCB കുറച്ച് എനിക്ക് വലിയ വ്യക്തത ഇല്ലായിരുന്നു. പിന്നീട് അന്ന് JCയുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞത് വിളിക്കത്തുള്ളൂ. അപ്പോൾ CSCB നോക്കാമെന്ന് പറഞ്ഞ് CSCB തുടങ്ങി. ഏകദേശം ഒരു 3-4 കൊല്ലം, എക്സാക്ട്ലി പറഞ്ഞ 2021 ഞാൻ പഠനം കറക്റ്റ് ഒരു നല്ല രീതിയിൽ പഠനം തുടങ്ങിയത്. അന്ന് മുതൽ ഒരു 3 കൊല്ലം CSCBക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ എല്ലാ ഉദ്യോഗാർത്ഥികളും പോലെ കട്ട് ഓഫ് മാർക്കിൻ്റെ റേഞ്ചിലൊക്കെ എത്തി വളരെ വളരെ വിഷമത്തിലായിരുന്നു. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത് CSCB നിരന്തരം ഇങ്ങനെ പരീക്ഷ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിള്ളേരില്ല അതിന് മാത്രം എഫോർട്ട് ഇട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് CSCB ഒരുപാട് കോമ്പറ്റീഷൻ. അതെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മേഖല CSCB നിങ്ങളും അങ്ങനെ കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മടുക്കാൻ തന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ നൈസിൽ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടറായിട്ട് ചെല്ലുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ബാങ്കുകളിൽ നമ്മുടെ മറ്റേ സിനിമ നമ്മുടെ വിക്രമാദിത്യ സിനിമയുടെ ക്ലൈമാക്സ് പോലെ അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഭാഗ്യം തന്നെ കൊണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അന്ന് CSCB പഠന കാലത്ത് പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെ അത് ഒരു 3 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു സാർ, എനിക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇത് നിർത്താം, അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്തായിരുന്നു JCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണുന്ന യൂട്യൂബിൽ തന്നെ കാണുന്ന ശ്യാം സാറിൻ്റെ വെബിനാറിൻ്റെ ഒരു ഇതായിരുന്നു, യൂട്യൂബിലൊരു വീഡിയോ ആയിരുന്നു. ഞാൻ അപ്പം തന്നെ സാറിനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറിന് എന്നെ അറിയില്ല, എനിക്ക് സാറിന് അധികം പരിചയമില്ല. പക്ഷേ സാർ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, എടാ ഇന്നൊരു വെബിനാർ ഉണ്ട്, നീ പങ്കെടുക്ക്, അതിലെല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും അവർ. അങ്ങനെ അന്നത്തെ എനിക്ക് വൈകുന്നേരമാണ് തോന്നുന്നത് വെബിനാറിന് പങ്കെടുത്തു. സാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ
ഈ കോഴ്സിനെ പറ്റിയും എൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കേൾക്കും. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എനിക്കൊന്ന് ജനുവരി 2024 ജനുവരി 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് പോയി ഓഫ്ലൈനിൽ അഡ്മിഷൻ എടുക്കുമായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു പഠനം കൊണ്ട് എങ്ങും എത്തത്തില്ല എന്നുള്ളൊരു വ്യക്തത എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഓഫ്ലൈനിൽ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷനായിട്ടാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. കാരണം ആ ഒരു ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു നിലയിൽ എത്തില്ലായിരുന്നു, ഇങ്ങനെ ട്രയാങ്കിലോട്ട് ഒരിക്കലും വരില്ലായിരുന്നു. അങ്ങനെയാണ് സഹകാരിയിലോട്ട് എത്തുന്നത്. പിന്നീടുള്ള യാത്ര എന്ന് പറഞ്ഞത് തീർച്ചയായും എനിക്ക് പോലും ഇപ്പോഴും ഓർക്കുമ്പോൾ, അതായത് നൈസിൽ നമുക്കൊരു കറക്ഷണൽ ഫാക്ടർ കൂടെയാണ്. കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നൈസിൽ ചോദിക്കും, സാറേ ഇത് എത്തിയിട്ടില്ല, ടോപ്പിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലീനായിട്ട് വാച്ച് ചെയ്യുന്നൊരു, അല്ലെ നമ്മൾ കൊടുക്കുന്ന സാധനം പഠിക്കില്ല മാത്രമല്ല, അവൻ എന്താണ് വേണ്ടതെന്ന് പറയാൻ ചോദിച്ചു വാങ്ങാൻ ഉള്ള ഒരു ആർജവം നീ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഞാൻ സാറിന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാറിന് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. സാർ ഇതെനിക്ക് എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇനി ഒരു പരീക്ഷ എഴുതാൻ താല്പര്യമില്ല, ഇതെനിക്ക് നേടിയെടുക്കണം എന്ന് സാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാർ എനിക്ക് അന്ന് റിപ്ലൈ എന്നായിരുന്നു, ഇതിനെ കിട്ടൂടാ, ഉറപ്പായിട്ടും കിട്ടും, നീ ശ്രമിച്ചാൽ മതി. ഞാനപ്പോൾ അത് എൻ്റെ മൈൻഡിൽ അത് എടുത്തു, നല്ലപോലെ അത് കൺസീവ് ചെയ്തു. ഞാൻ പിന്നെ എനിക്കിത് തന്നെ വേണം, എനിക്കിനി JCA അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്നുള്ളൊരു ഒരു മനസ്സിലത് കൊണ്ടുവന്നു. ഇനി വേറൊരു എക്സാമും എഴുതിയാൽ എനിക്കത് കിട്ടത്തില്ല, ലാസ്റ്റ് ചാൻസ് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അതൊരു പക്ക സൈക്കോളജിക്കൽ ടൂളാണ്. നീ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും പ്രയോഗിച്ചത്. കാര്യം നമ്മളെ മനസ്സ് എപ്പോഴും നമ്മളെ കളിപ്പിക്കും. കാര്യം ഇനിയൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കിടന്ന് ഉറങ്ങാൻ സാധ്യതയില്ല. നമുക്ക് എപ്പോഴും നമ്മളെ ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഇച്ചിരി നാപ്പ് എടുക്കുക, ഇച്ചിരി ഒന്ന് സുഖമായിട്ടിരിക്കുക, ആ രീതിക്കാണ് എല്ലാവരുടെയും ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൂപ്പർ ടൂളാണ് അതിനെ. കാര്യം നമുക്ക് ഇനി ചാൻസ് ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞ് ദിസ് ഇസ് മൈ ചാൻസ്, ഇത്രയും ഇതേ എനിക്കുള്ളൂ, ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ മുന്നോട്ട് യാത്രയില്ല എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി എല്ലാം മാറും അല്ലേ? കല്യാണത്തിന് പോകുമായിരുന്നു സമയത്ത് ഇല്ല, അതിന് ഒരുപാട് പരാതികളുണ്ടായിരുന്നു. അതൊക്കെ ആ സൈഡിൽ കൂടെ അങ്ങ് പോകും. പക്ഷെ നമ്മുടെ മനസ്സിലൊന്നും ഇല്ല. നമ്മുടെ മനസ്സിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ് ആണ്, ഇതില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. കാരണം ഇത് കഴിഞ്ഞ് പരീക്ഷകളുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല, എനിക്ക് ഇതാണ്, ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത. അഗ്രസീവ് ആയിരുന്നു ആ സമയത്ത് നൈസിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പല കാര്യങ്ങളും ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അങ്ങനെ സഹകാരിയിൽ എത്തിയപ്പം എന്താ പറയുക, ഒരു ജാക്ക് പോട്ടം പോലെ കണ്ട അടുത്തൊരു വ്യക്തി രാജേഷ് സാർ. സാറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, രണ്ടാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാടി എണീക്കും. സാറിൻ്റെ ക്ലാസ്സാണ്, പോയി കേൾക്കണം. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. കാരണം എനിക്ക് ഇപ്പം അത്രയ്ക്ക് ഡീറ്റെയിലായിട്ട് പറയില്ല, എന്നാലും 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ സാറിൻ്റെ ക്ലാസ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കില്ല. ഓൾറെഡി നമുക്ക് കുറേ കാര്യങ്ങൾ ഫീഡാവും. അത് നമ്മൾ എക്സാമിന് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി സാർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അത് എങ്ങനെ നമ്മളത് പഠിക്കണം, അല്ലെങ്കിൽ ഓരോരോ കോഡ് ഭാഷകളും ഓരോരോ രീതിയിൽ സാറിൻ്റെ ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് വളരെയധികം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒരുപാട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രസകരമായ സംഭവം എന്താണ്? രസകരമായ സംഭവം എന്ന് പറയുമ്പോൾ സാർ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സാറിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പം പഠിപ്പിന് മാത്രമല്ല ചോദ്യം ചോദിക്കലും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിൻ്റെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് നമ്മൾ എല്ലാം കേട്ടിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സാർ നല്ല രീതിയിൽ നമുക്ക് അതിന് മറുപടി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം കൂടെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ട് എന്തായാലും കിട്ടും. നമുക്ക് കിട്ടാനുള്ള എല്ലാ ഇൻപുട്ടും നമ്മൾ 100% ഇട്ട് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു നല്ലൊരു കോച്ചിങ് കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ട സ്ഥലത്ത് ഉറപ്പായിട്ട് എത്തിയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനകത്ത് എന്തായാലും നിങ്ങളിട്ട എഫേർട്ട് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ബാച്ച് ചെയ്യുന്ന ഒത്തിരി കുട്ടികളാണ് നമുക്കിപ്പോൾ ആ ഒരു മെയിൻ ലിസ്റ്റിന് ആദ്യ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി ആദ്യ റാങ്കുകളെല്ലാം. അപ്പോൾ അത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്വാളിറ്റി കൂടെയാണ്. നിങ്ങളുടെ ഒരു വലിയ ക്വാളിറ്റിയിലാണ് നമ്മുടെ ആ ഗ്രൂപ്പ് വന്നത്. നിങ്ങളുടെ കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നോ? കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ജസീന ഉണ്ടായിരുന്നു, നിഷാദ്, ഞങ്ങൾ 3 പേരായിരുന്നു കമ്പൈൻ സ്റ്റഡി ഒരു ബാച്ച്. ജസീന മെന്റർ അല്ല, മെന്റർ അല്ല, 756 പിന്നെ അൻഷാദ് 48 ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു 3 മെന്റർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മെന്ററിന്റെ കാര്യം എടുത്തു പറയേണ്ടത് ലിതിയായിരുന്നു. പുള്ളിക്കാരി ഞങ്ങളുടെ പിറകെ നടക്കും. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് മനസ്സിലായി ഇതൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു കാര്യം പിന്നീടാണ് മനസ്സിലായത്. പിന്നെന്താ പറയാ, പിന്നെ എക്സാംസിന്റെ കേസും ഇപ്പം ഡെയിലി എക്സാം ആണെങ്കിലും മെറ്റ് ആണെങ്കിലും വീക്ക്ലി എക്സാം ആണെങ്കിലും
ഇതൊക്കെ ആദ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് ഇതിന് കാരണം വീട്ടിൽ ഇരുന്ന് പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു കൂട്ടിൽ അകപ്പെട്ട ഒരു പക്ഷിയെ പോലെയാണ്. പിന്നെ അങ്ങോട്ട് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു ഫാക്ടറിയാണ്, എന്താ പറയുക, നല്ല ചൂട് കാണും, പ്രഷർ കാണും. അതങ്ങനെയാണ്. നമുക്കിപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത്. നമുക്കൊരിക്കലും ഒരു സ്കൂളിൻ്റെ കോളേജിൻ്റെ അന്തരീക്ഷം ഒരിക്കലും കിട്ടില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പാസ്സായാൽ മതി അല്ലേ. അവിടെ നമുക്ക് അത് കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒറ്റ ലക്ഷ്യത്തിൽ വെച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും മാത്രമല്ല എല്ലാ സമയത്തും പഠിച്ച് ഒരു ദിവസം പെർഫോം ചെയ്യാൻ വേണം. അത് 1.5 മണിക്കൂറുണ്ട് അല്ലേ. 1.5 മണിക്കൂറുകൊണ്ട് നമ്മൾ 100 ചോദ്യം എഴുതും. അപ്പോൾ ഒരു ചോദ്യം എഴുതുമ്പോൾ 1 മിനിറ്റ് പോലും ഇല്ല ചിന്തിക്കാൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റൊക്കെ എടുക്കും വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, കോച്ചിങ് PSC എക്സാം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. ഒറ്റ ദിവസം പെർഫോം ചെയ്യാൻ പോകണം. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു ഉദ്യോഗാർത്ഥി അത്രയും ഇതായിട്ട് വരിക. പിന്നെ മാത്രമല്ല PSCയുടെ പരീക്ഷ ഹാളിൽ അളക്കപ്പെടുന്നത് നമ്മുടെ നോളജ് മാത്രമല്ല, ഒരിക്കലും നോളജ് മാത്രമല്ല, നിങ്ങളുടെ പരീക്ഷ എഴുതാനുള്ള കോമ്പിറ്റൻസിയും നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും കൂടെ അല്ലേ. അത് ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഏത് എഴുതണം തീരുമാനിക്കാനുള്ള ബുദ്ധിപൂർവ്വമായ തീരുമാനം. അപ്പോൾ നീ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു? സോ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻ്റെ കേസ് വരുമ്പോഴത്തേക്കും പരീക്ഷ തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ നമ്മുടെ സഹകാരികൾ നടത്തുന്നത് അതിപ്പം ഇന്ന എക്സാം എന്നല്ലേ, എല്ലാ എക്സാമും ഡെയിലി എക്സാം ആയാലും വീക്ക്ലി ആയാലും മെറ്റ് ആയാലും ഇതിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു 6 മാസത്തെ ഒരു കാലയളവിലായിരുന്നു എൻ്റെ പഠനം. അപ്പം അത്രയും മതി നമുക്ക്. 6 മാസം കൂടെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ട് വരുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ പിന്നെ PSC ഹാളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അങ്ങനെ ടഫായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മളത് ഒരിക്കൽ വായിച്ചെടുക്കണം. പിന്നെ എന്താ പറയുക, അത്ര കോൺഷ്യസ് ആയിരിക്കണം, നമ്മുടെ ശ്രദ്ധ ഫുള്ള് ക്വസ്റ്റ്യനിലായിരിക്കണം. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ എക്സാം നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് തന്നെയാണ് ഇത്. എക്സാം മസ്റ്റാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. എന്നാലും നമുക്ക് കോച്ചിങ്ങിൽ എക്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലേണിംഗ് ആൻഡ് ടീച്ചിങ് എന്നൊക്കെ അല്ല, കോച്ചിങ് നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പ്രാക്ടീസ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്ര 230-ലധികം റാങ്കുകൾ, 400 ചില്ലുവാരം റാങ്കിൽ 230 റാങ്കുകൾ സഹകാരിയുടെ കുട്ടികൾ വന്നിട്ടുള്ളത്. എന്തായാലും നൈസ്. ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള കൃത്യമായ മെസ്സേജ്, നിന്റെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് മെസ്സേജ് എന്താണ്? സാർ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. ഞാനൊരു 3-4 കൊല്ലം ഇരുന്ന് പഠിച്ചതാണ്. ലാസ്റ്റ് 5-ാമത്തെ കൊല്ലമാണ് എനിക്ക് ഇങ്ങനെ ഒരു റാങ്കിലൂടെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ കാണും. CSCB ആസ്പിറൻസ് ആയിട്ടുള്ളത്, ജനറൽ PSC ആയാലും ഒരുപാട് പേര് കാണും. പരീക്ഷ എഴുതി കിട്ടാതെ നിർത്തിക്കളയാം, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന പലരും കാണും. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്നായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ആത്മാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പക്ഷെ അതിനായിട്ടുള്ള എഫേർട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഇടണം. അത് ഒരിക്കലും ഒരു 100% നിന്നും താഴോട്ട് 99 പോലും പോകാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ എക്സാംസ് ആയാലും സ്റ്റഡി ആയാലും എല്ലാം ഒരേപോലെ ഒരേ പാറ്റേണിൽ കൊണ്ടുപോകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ.